എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിന്റെ 7ാമത്തെ സർഗത്തിലെ 33ഉം 34ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകത്തിലും വസന്തമാലിക വൃത്തം തന്നെയാണ് ഉള്ളത്. ആദ്യത്തില് ഈ പറയുന്ന 33ാമത്തെ ശ്ലോകത്തിൽ വസന്തവർണ്ണനവും 34ാമത്തേതിലേക്ക് പതുക്കെ കൃഷ്ണന്റെ കഥയിലേക്ക്, ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ളതായ ക്രീഡകളിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം 33ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്രവണാർപ്പിതചാരുചൂതപുഷ്പാവസനം കിം ശുഗപാടലം വസാന കനകോജ്വലകർണികാരചൂടാമതിരാക്ഷ്യോ മദനോത്സവം വിതേനു. ആദ്യം പദച്ഛേദം പറയാം. വലിയ കാര്യമായിട്ടൊന്നും വരണില്ല. എന്നാലും ശ്രവണാർപ്പിതചാരുചൂതപുഷ്പ വസനം കിം ശുഗപാടലം വസാനാഹ കനകോജ്വലകർണികാരചൂടാ മതിരാക്ഷ്യ മദനോത്സവം വിതേനു. ഇവിടെ പദച്ഛേദം പറയാനില്ല, സമസ്ത പദങ്ങളുണ്ട്, പക്ഷെ സന്ധിച്ഛേദം ചെയ്യാൻ വരുന്നില്ല. ഇവിടെ മദിരാക്ഷിമാരെ പറ്റിയിട്ട് പറയാണ്. മദിരാക്ഷികൾ, മദിര എന്ന് പറഞ്ഞാല് മദയത കാമിന ഇതി മദിര. എല്ലാ കാമികളെയും, പ്രത്യേകിച്ച് കാമമുള്ളവരെ, യുവാക്കളെ മുഴുവനും മദിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മദ്യത്തിന് മദിര എന്ന് പേര് വന്നത്. അപ്പോ ഈ മദിരാക്ഷികൾ എന്ന് പറഞ്ഞാല് മദിരയെ പോലെ, ഈ മദ്യത്തിനെ പോലെ എല്ലാവരെയും മദിപ്പിക്കുന്നതായ കണ്ണുകളോട് കൂടിയവർ എന്നർത്ഥം. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയാണ് മദയത കാമിന ഇതി മദിര. എല്ലാവരെയും മദിപ്പിക്കുന്ന വസ്തു മദിര. മദിരേ അക്ഷിണി യാസാന്ത മദിരാക്ഷ്യ. മദിര പോലെയുള്ള അക്ഷികൾ, കണ്ണുകൾ ഏതൊരുവർക്കാണോ ഉള്ളത് അങ്ങനെയുള്ള സ്ത്രീകളെയാണ് മദിരാക്ഷികൾ എന്ന് പറയാം. അതായത് മദ്യം കുടിക്കുമ്പോൾ, മദ്യസേവ ഉണ്ടാകുമ്പോൾ എത്ര കണ്ട് ഒരു ഉന്മാദം ഉണ്ടാകും, അതുപോലെ തന്നെ ഈ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുടെ കണ്ണുകൾ കാണുമ്പോൾ ഉന്മാദം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവരെ മദിരാക്ഷിമാർ, സുന്ദരിമാരെന്നർത്ഥം. അവരെ ആ മദിരാക്ഷിമാര് അവരെന്താണ് ചെയ്തത്? ശ്രവണാർപ്പിത ചാരു ചൂത പുഷ്പ, അതുപോലെ തന്നെ കിംശുകപാടലം വസനം വസാന കനകോജ്വല കർണികാര ചൂട മദിരാക്ഷ്യ മദനോത്സവം വിതേനു. വലിയ കാര്യമായിട്ട് പദങ്ങള് പല ദിക്കിലായിട്ട് കിടക്കുന്നുമില്ല, ഒരുമിച്ച് അന്വയം പറയാവുന്ന രീതിയിലാണ്, അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത്. മദിരാക്ഷ്യ എന്നുള്ളത് മാത്രമേ ഇടയിൽ വന്നുള്ളൂ. അത് ആദ്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ ഏതാണ്ട് വസനം എന്നുള്ളതും കൂടി മാറ്റി പറഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ അന്വയത്തിന്റെ ക്രമത്തിലാണ് വന്നിരിക്കുന്നത്. ശ്രവണ അർപ്പിത ചാരു ചൂത പുഷ്പ. ഈ മദിരാക്ഷിമാർ എന്ത് ചെയ്തിരിക്കണു? ശ്രവണം, ശ്രവണം എന്ന് പറഞ്ഞാൽ ചെവി, കാത്. കാതിൽ അർപ്പിച്ചിരിക്കുന്നതായ സുന്ദരമായ ചൂതപുഷ്പങ്ങളോട് കൂടിയവർ. അതായത് മാമ്പൂക്കൾ എടുത്തുകൊണ്ട്, ഈ തേന്മാവിന്റെ പൂക്കളൊക്കെ താഴെ കൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാറ്റത്ത് ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ടാവും. നല്ല വാസനയുള്ള, തേൻ വാസനയുള്ളതായിട്ടുള്ള പൂക്കളാണ്. ആ പൂക്കളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാതില് ഞാത്തിയിടുക, കമ്മല് ഇങ്ങനെ തൂക്കിയിടുക കാതില്, അതുപോലെ ഇടുക. അതിന് ചെറിയൊരു തണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ കാതില് തൂക്കിയിട്ടിരിക്കുന്നതായ ഈ മാമ്പൂവ്, അതിന്റെ ഭംഗിയോടുകൂടി നടക്കുന്നവരായിട്ടുള്ള സ്ത്രീകൾ. അതാണ് ശ്രവണ അർപ്പിത ചാരു ചൂത പുഷ്പ മദിരാക്ഷ്യ. ഇനി അടുത്തത് കിംശുകപാടലം വസനം വസാനാ മദിരാക്ഷ്യ. കിംശുകപാടലം, കിംശുകം എന്ന് പറഞ്ഞാൽ മുരുക്കാണ്. മുരുക്കിൻ പൂവ് പോലെ ചുവന്ന വസ്ത്രം ധരിക്കുന്നവരായ അങ്ങനെയുള്ള സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ. നല്ല വർണ്ണോജ്വലമായിട്ടുള്ള വേഷങ്ങളാണ് അവർ ധരിക്കുന്നത്. സ്ത്രീകളെ പൊതുവെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും നിറമുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അത് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് കിംശുക പാടലം. മുരുക്കിൻ പൂവ് പോലെ പാടലവർണ്ണം ഉള്ളതായ, ചുവന്ന നിറമുള്ളതായ വസനം, വസ്ത്രം, വസാനാഹ ധരിക്കുന്നവരായിട്ടുള്ള മദിരാക്ഷിമാർ. അതുപോലെ കനകോജ്വല കർണികാര ചൂട, മറ്റൊരു നല്ലവണ്ണം തെളിഞ്ഞൊരു നിറമാണ് ഈ കർണികാരത്തിൻ്റെത്. അതായത് കണിക്കൊന്നയുടെ പൂക്കള്. കനക ഉജ്വല കർണികാരം, സ്വർണം പൂവിട്ട് നിൽക്കുന്നത് പോലെയുള്ളതായ കർണികാര പൂക്കൾ എടുത്തുകൊണ്ട്, മഞ്ഞക്കൊന്ന പൂവിന്റെ പൂക്കൾ ഇറുത്തുകൊണ്ട്, ചൂട, ചൂട എന്ന് പറഞ്ഞാൽ തലയിൽ ചൂട് തന്നെ, തലമുടിയിലൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ചു വച്ചിരിക്കുന്നവരായിട്ടുള്ള മദിരാക്ഷിമാർ, സുന്ദരികളായിട്ടുള്ള സ്ത്രീകള്. മദനോത്സവം വിതേനു, അവരെന്താ ചെയ്തത്? മദനോത്സവം നടത്തി.
അതായത് കാമദേവന്റെ ഉത്സവം, അതിനെയാണ് മദനോത്സവം എന്ന് പറയുന്നത്. പരസ്പരം സന്തോഷത്തോടു കൂടിയിട്ട് കൈകോർത്ത് പിടിച്ച് കളിക്കുകയും പാട്ടുപാടുകയും പുരുഷന്മാരെ ആകർഷിക്കുകയും അവര് ഒത്തുചേർന്നുള്ള നൃത്തങ്ങള്, അതുപോലെ തന്നെ രതിക്രീഡകള്, ഇതൊക്കെ നടത്തുന്നതിനെയാണ് വസന്തോത്സവം അല്ലെങ്കിൽ മദനോത്സവം എന്നൊക്കെ പറയണത്. കാമ ഉത്സവം എന്നൊക്കെ പറയണത്, കാമദേവോത്സവം എന്നൊക്കെ പറയണത്, അതൊക്കെ അവര് വളരെ ആഘോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൊണ്ടാടി സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകള് എന്ന് പറഞ്ഞുകൊണ്ട് ആ വസന്തകാലത്തിന്റെ വർണ്ണന അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിൽ എന്താണ് ഉണ്ടായത്? ഈ ഒരു വസന്തത്തിന്റെ വളരെ വലിയൊരു ഉത്സാഹം അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് അവരുടെ മനസ്സിലും ശരീരത്തിലൊക്കെ കൊടുക്കുന്നതായ പ്രേരണ, കാമന്റെ ഒരു വലിയ പ്രഭാവം, ഇതൊക്കെ കൂടിയിട്ട് ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും എന്താണ് ചെയ്തത് എന്നുള്ളതാണ് 34ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ചൊല്ലാം. പദമംബുജകോമളം പ്രിയാണാം കഠിനാശോകതരുപ്രഹാരഖിന്നം അധിരോപ്യരഥാംഗപാണിരംഗം കരപദ്മേന ശനൈശനൈരമൃദ്നാഥ്. ആദ്യം പദച്ഛേദം പറയാം. പദം അംബുജകോമളം പ്രിയാണാം കഠിനാശോകതരുപ്രഹാരഖിന്നം അധിരോപ്യ രഥാംഗപാണി അംഗം കരപദ്മേന ശനൈശനൈഹി അമൃദ്നാഥ്. രഥാംഗപാണിയെ പറ്റിയിട്ടാണ് ആദ്യം പറയണത്. രഥാംഗപാണി രക്ഷോഭ്യ എന്ന് പറയുമ്പോൾ രഥാംഗപാണി നമുക്ക് എല്ലാവർക്കും അറിയാം, ചക്രം കയ്യിൽ ധരിച്ചിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ഈ ഗോപസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നാണെങ്കിൽ, കഠിനാശോക തരുപ്രഹാരഖിന്നം അംബുജകോമളം പ്രിയാണാം പദം. പ്രിയാണാം പദം, പ്രിയകളുടെ പദത്തിനെ, പ്രിയകളുടെ പാദങ്ങൾ, അതായത് തന്റെ ഗോപസ്ത്രീകളുടെ കാലുകള് പദം എങ്ങനെയുള്ളതായിരുന്നു? അത് അംബുജകോമളം, താമരപ്പൂവ് പോലെ മൃദുലമായ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ചുവന്നു തുടുത്ത കാലുകൾ, പാദങ്ങൾ. അത് അങ്ങനെയുള്ള കാലുകളാണ്, പദങ്ങളാണ് എങ്കിൽ പോലും അവയ്ക്കൊരു ക്ഷീണം പറ്റി. അതെന്തായിരുന്നു? അതാണ് കഠിനാശോക തരുപ്രഹാര ഖിന്നം. ഖിന്നങ്ങളായിരുന്നു ആ പദങ്ങള്. ഗോപസ്ത്രീകളുടെ പദങ്ങൾക്കൊരു ക്ഷീണം വന്നു ഭവിച്ചു. അതെന്തായിരുന്നു? കഠിന അശോക തരുപ്രഹാരം കൊണ്ട്. എങ്ങനെയാ കാലുകൾക്ക് ക്ഷീണം വന്നതെന്നാണെങ്കിൽ, കഠിനമായിട്ടുള്ള നല്ല കഠോര ദേഹത്തോടു കൂടിയ അശോകവൃക്ഷം, നല്ല പരപരപ്പ്, അതായത് ഒട്ടും മൃദുലമല്ല, ഒട്ടും സോഫ്റ്റ് അല്ലാത്തതാണ് മരങ്ങളുടെയൊക്കെ തൊലിയും അതിന്റെ വേരും ഒക്കെ. അപ്പോ അതിലൊക്കെ പോയി ചവിട്ടിയത് കാരണം, അങ്ങനെയുള്ള തരുക്കളെ പ്രഹരിച്ചത് കാരണം, കഠിന അശോക തരുപ്രഹാരം, അവയെ പ്രഹരിച്ചത് കൊണ്ട് ഖിന്നമായി തീർന്ന, ക്ഷീണിച്ചു പോയതായ ഗോപസ്ത്രീകളുടെ കാലുകളെ, അവരുടെ സുന്ദരമായിട്ടുള്ള പാദങ്ങൾ, ആ പാദങ്ങൾക്ക് എന്തൊരു ശുശ്രൂഷയാണ് കണ്ണൻ കൊടുത്തതെന്നാണെങ്കിൽ, രഥാംഗപാണി അങ്ങനെയുള്ള പദങ്ങളെ അംഗം അധിരോപ്യ, തന്റെ മടിയിലേക്ക് കയറ്റി വച്ചിട്ട്, കാല് തന്റെ മടിയിലേക്ക് എടുത്തു വച്ചിട്ട്, കരപദ്മേന, താമരപ്പൂ പോലെയുള്ളതായ തന്റെ കൈകൊണ്ട്, ശനൈശനൈഹി, പതുക്കെ പതുക്കെ, അമൃദ്നാഥ് എന്ന് പറഞ്ഞാല് ഉഴിഞ്ഞു കൊടുത്തു, പതുക്കെ പതുക്കെ തടവി കൊടുത്തു, ചെറിയ ചെറിയ മസാജുകൾ ചെയ്തു കൊടുത്തു. കാല് വളരെയധികം കാലുകൊണ്ട് പല പണികൾ എടുക്കുക, അതുപോലെ തന്നെ നടക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിന് നല്ല വേദന വരും. ഇവിടെ ഗോപസ്ത്രീകളൊക്കെ കൂടിയിട്ട് അശോകവൃക്ഷത്തിന് ചുറ്റും നടക്കുകയും അശോകവൃക്ഷത്തിനെ ചവിട്ടുകയും ഒക്കെ ചെയ്തിട്ട് കാലിന് നല്ല വയ്യായികയും അതുപോലെ തന്നെ ഒരു കഠിനമായിട്ടുള്ള കടച്ചില്, കാലുകഴപ്പമൊക്കെ ഉണ്ട്. ഈ മരത്തിനെ ചവിട്ടുകയൊക്കെ നിമിത്തം അവിടെ ചുറ്റും നടക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട്, വേദനയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? തന്റെ മടിയിലേക്ക് ഈ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ കാല് കയറ്റി വെച്ചിട്ട്, താമരപ്പൂ പോലെയുള്ള കാലാണെന്ന് പറഞ്ഞു, അതാണ് അംബുജകോമളം പദം, തന്റെ മടിയിൽ കയറ്റി വെച്ചിരിക്കുന്നതായ താമരപ്പൂ പോലെയുള്ളതായ കാലുകൾ, സുന്ദരികളുടെ കാലുകൾ എടുത്തിട്ട് എന്തു ചെയ്തു? പതുക്കെ പതുക്കെ തടവി കൊടുത്തു. ആരാണ് തടവിയത്? കൃഷ്ണൻ കൈകൊണ്ട്. കരപദ്മേന, കയ്യും ഒരു താമരപ്പൂവാണ്, താമരപ്പൂവും ചേർന്നതുപോലെയായി. കാലാകുന്ന താമരപ്പൂവിനെ കയ്യാകുന്ന താമരപ്പൂ കൊണ്ട് കണ്ണൻ തടവി കൊടുത്തു, അവരുടെ കാലിന്റെ വേദന മാറ്റിക്കൊടുത്തു. അത് വേഗത്തിൽ ചടപടാന്നങ്ങോട്ട് തീർക്കുകയൊന്നുമല്ല, ശനൈ ഓരോ പെൺകുട്ടികളുടെയും കാല് പതുക്കെ പതുക്കെ ഇങ്ങനെ അമർത്തി ഉഴിഞ്ഞിട്ട് അവരുടെ കാലിലെ വേദന മാറ്റിക്കൊടുത്തു എന്നർത്ഥം.
ഈ മരം പൂക്കാൻ വേണ്ടിയിട്ടാണ് ഗോപസ്ത്രീകള് എന്താണ് അശോകവൃക്ഷത്തിന്റെ അടുത്ത് പോയിട്ട് ചുറ്റും നടക്കുകയും കളിക്കുകയും അതിനെ ചവിട്ടുകയൊക്കെ ചെയ്തത്. അപ്പൊ മരമൊക്കെ പൂത്തുലഞ്ഞു, നിറയെ പൂക്കൾ വന്നു, ഗോപസ്ത്രീകളുടെ കാലിന് വേദനയുമായി. ഒരു മരത്തിലൊക്കെ അല്ലെങ്കിൽ അതിന് ചുറ്റും നടക്കുകയും ആ മരത്തിനെ ചെറുതായിട്ട് ചവിട്ടുകയൊക്കെ ചെയ്താൽ ഇത്രയ്ക്കധികം വേദന വരുമെന്ന് അറിയില്ല. പക്ഷെ ഗോപസ്ത്രീകളുമായിട്ടുള്ള സമാഗമം വളരെയധികം മോഹിക്കണ ശൗരി കൃഷ്ണൻ തന്റെ മടിയിൽ കയറ്റി വെച്ചിട്ടാണ് വെറുതെ അവരുടെ അടുത്ത്, അതായത് കാലിന്റെ അവിടെ ഇരുന്നിട്ടോ നിന്നിട്ടോ അല്ലെങ്കിൽ അവിടെ രണ്ടുപേരും അടുത്തിരുന്നു കൊണ്ട് കാലിന്റെ എവിടെയാ വേദന എന്ന് ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും ഒക്കെ അങ്ങോട്ട് തലോടി കൊടുക്കുക. കാലിന്റെ മുട്ടിനാണോ കാലിനാണോ താഴെ പാദത്തിനാണോ ഒന്നും നോക്കാതെ പതുക്കെ അങ്ങോട്ട് കാലൊഴിഞ്ഞു കൊടുക്കുമെന്നല്ല ഉണ്ടായത്. ആ പെൺകുട്ടികളുടെ കാലിന് വേദന ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ അവരുടെ കാലെടുത്ത് തന്റെ മടിയിലേക്ക് കയറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലും വലിയൊരു പ്രണയത്തിന്റെ ശക്തി വേറെ ഉണ്ടോ? എല്ലാ കാമിനിമാരും മോഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അവരുടെ കാന്തന്മാര് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അവർ ഇച്ഛിക്കുന്നതിന് മുമ്പ് അവരുടെ ഇച്ഛകൾ നടപ്പാക്കി കൊടുക്കണം. കയ്യും കാലും ഒക്കെ താലോലിക്കണം, കാലെടുത്ത് മടിയിൽ വെച്ച് തടവി കൊടുക്കണം എന്നൊക്കെ അവർ ഇച്ഛിക്കുന്നുണ്ട്. അപ്പോൾ ആ മോഹങ്ങൾ മുഴുവനും അവരെന്താണോ മനസ്സിൽ കരുതിയത് അത് മുഴുവനും ശ്രീകൃഷ്ണൻ തടവി കൊടുത്തുകൊണ്ട് അവരെ മുഴുവനും ലാളിച്ചുകൊണ്ട് വാത്സല്യം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ക്ഷീണങ്ങളൊക്കെ ഇല്ലാതാക്കി കൊടുത്തു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലി നോക്കാം. ശ്രവണാർപ്പിത ചാരുചൂത പുഷ്പ വസനം കിം ശുകപാടലം വസാന കനകോജ്വല കർണികാര ചൂട മദിരാക്ഷ്യോ മദനോത്സവം വിധേനു പദമംബുജ കോമളം പ്രിയാണാം കഠിനാശോകതരുപ്രഹാരഖിന്നം അധിരോപ്യരഥാംഗപാണിരംഗം കരപദ്മേന ശനൈശനൈരമൃദ്നാഥ്. അങ്ങനെ ഗോപസ്ത്രീകൾക്ക് വളരെയധികം സുഖമുണ്ടാക്കി കൊടുത്തു കൃഷ്ണൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി ബാക്കി വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഇവരുടെ കഥകളൊക്കെ തന്നെയാണ് പറയണത്. ഇത്രയും സമയം വസന്തത്തിനെ വർണ്ണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോണ ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ക്രീഡകളാണെങ്കിലും ഗ്രീഷ്മ ഋതുവില് നിദാഘ കാലത്ത് എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ളത് തുടർച്ചയായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.